ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊരു മൈഗ്രെയിൻ ഡേ ഇൻ മൈ ഈവനിങ് ആട്ടോ. മൈഗ്രെയിനൊക്കെ എടുത്ത് തല കിറുങ്ങി നിൽക്കുന്ന സമയത്ത്, അതായത് തല ശരിക്കും അങ്ങ് പൊങ്ങിയിട്ടില്ല, നമ്മൾ ഈ കോഴി തൂങ്ങി നടക്കണ പോലെ കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അടുക്കളയൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇതിനിടയ്ക്ക് അവർക്ക് ചായ കൊടുക്കുന്ന സമയത്ത് കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. കുറേ തുണികൾ മടക്കാനുണ്ട്, പുസ്തകങ്ങളും ബുക്കുകളും പേപ്പറുകളും ഒക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എത്ര നേരം കിടക്കാൻ പറ്റും, കിടക്കാതെ രക്ഷയില്ല. അങ്ങനെ പയ്യെ തല പൊക്കി എഴുന്നേറ്റ് നമ്മുടെ ഓൺ ഡ്യൂട്ടിയിലേക്ക് കയറിയേക്കണേ കേട്ടോ. ഫുൾ ടൈം ഡ്യൂട്ടിയുള്ള ആൾക്കാരായിരിക്കില്ലേ നമ്മൾ ഈ വീട്ടമ്മമാർ. നമുക്ക് റെസ്റ്റ് കിട്ടുന്ന ടൈം എപ്പോഴാണ്. പിന്നെ ഈ കുഞ്ഞു മക്കൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്യൂട്ടിക്ക് കുറവൊന്നുമില്ല. പിന്നെ കുറച്ച് വേസ്റ്റ് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു, അത് ജസ്റ്റൊക്കെ ഒന്ന് കഴുകി വേസ്റ്റിലേക്ക് ഇട്ടു. പിന്നെ ഒരു മാങ്ങാപ്പഴം ഇരുന്നത് ചെത്തി അവർ പഠിക്കണോടത്തിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഹോംവർക്കിന് ഇക്കാനെ മക്കൾസിനെ ഇരുത്തിയേക്കും കേട്ടോ. അപ്പോൾ വാപ്പി അങ്ങനെ അധികം നേരം ഇരിക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയും ഡ്യൂട്ടികൾ ബാലൻസ് ഉള്ളതുകൊണ്ട് മക്കൾസിൻ്റെ ഹോംവർക്കിൻ്റെ ഡ്യൂട്ടി വാപ്പി ഏറ്റെടുത്തേക്കും കേട്ടോ. അതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ നല്ല ചിത്താന്തവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേഗം തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീനാക്കി വെച്ചു. അത് ഗ്യാസ് സ്റ്റൗവും ഒന്നങ്ങ് സോപ്പൊക്കെ ഇട്ട് കഴുകി തുടച്ച് വെച്ചു കേട്ടോ. പിന്നെ അത്രയും പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ ചോറങ്ങ് വാർത്ത് അതും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ഏരിയ ക്ലീനായി. പിന്നെ ബാലൻസ് കൗണ്ടർ ടോപ്പും വേഗം അങ്ങോട്ട് തുടച്ച് ഉണ്ടായിരുന്ന ആ 3-4 പാത്രവും ഒന്നങ്ങോട്ട് കഴുകി സെറ്റാക്കി കേട്ടോ. അപ്പോൾ എന്നും മൈഗ്രെയിൻ വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിയാണ്ട് എനിക്ക് മാറാറില്ല കേട്ടോ. അപ്പോൾ ഈ തവണ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ റെമഡീസൊക്കെ കണ്ടതിൽ ഒരു റെമഡി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതായത് കട്ടൻ ചായയിൽ ഉപ്പിട്ട് കുടിക്കണം. അതുകൊണ്ടാണോ എന്നറിയില്ല, മൈഗ്രെയിൻ അങ്ങ് തുടങ്ങിയ സമയത്ത് തന്നെ നന്നായിട്ട് അങ്ങ് വൊമിറ്റ് ചെയ്ത് പോയിട്ടോ. അപ്പം വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസം വന്നു എന്ന് പറയാം. പിന്നെ കുറച്ച് നേരം ഒന്ന് അങ്ങോട്ട് കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ സമാധാനമായി. പിന്നെ നമ്മുടെ നോർമൽ മെഫ്താലും ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് കഴിച്ച് അങ്ങനെ നമ്മളങ്ങ് എഴുന്നേറ്റ് നിൽക്കുവാണ്. നമ്മുടെ വയ്യായികകൾ നമ്മൾ മക്കൾസിൻ്റെ അടുത്ത് അങ്ങനെ അധികം കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള സമയമായിട്ടില്ലല്ലോ. എങ്കിലും ചോദിക്കൂട്ടോ ഉമ്മയ്ക്ക് എന്തേ പറ്റിയെന്നൊക്കെ. ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളും ഞാനും തന്നെയുള്ള സമയത്ത് എനിക്ക് വൊമിറ്റിങ്ങും കാര്യങ്ങളും വന്നേ. അതുകൊണ്ട് തന്നെ മക്കൾസ് ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയിട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിയൊക്കെ വന്ന് കുറച്ച് നേരം അവർ മക്കൾസിനെയൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന നേരത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് ഞാനൊന്ന് കിടന്ന് എഴുന്നേറ്റു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഓർത്തെ മല്ലി മുളകൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പൊടിച്ചിട്ടില്ല. പിറ്റേന്നത്തേക്ക് പൊടികളൊക്കെ തീർന്നിരിക്കുക. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഇതും കൂടെ ചെയ്തു വെച്ചില്ലെങ്കിൽ നാളത്തേക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാലോ. അപ്പോൾ പിന്നെ അതങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അതും ഈ മഴയത്ത് മല്ലിയും മുളകൊക്കെ ഉണക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണേലേ. അപ്പോൾ അതിനൊരു ട്രിക്ക് അങ്ങ് പരീക്ഷിക്കുക കേട്ടോ. നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യൂലേ കുക്കറിൽ, അതുപോലെ മല്ലിയൊക്കെ കഴുകി കുക്കറിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രം വെച്ചിട്ട് അതിലിട്ട് സ്വല്പമായിട്ട് മല്ലിയിട്ട് ഒരു 2 മിനിറ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുമ്പോഴത്തേനും മല്ലി നല്ലതുപോലെ അങ്ങ് ഉണങ്ങി വരും കേട്ടോ. പിന്നെ നല്ലതുപോലെ അങ്ങ് വറുത്ത് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് നേരം മെനക്കെടണം, എന്നാലും കുഴപ്പമില്ല. പുറത്തിട്ട് ഉണക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ട് തുണിയൊക്കെ കുറച്ചങ്ങ് മടക്കി വയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വെച്ച പാത്രം അങ്ങ് സെറ്റായില്ല. പിന്നെ അത് മാറ്റിയിട്ട് വേറൊരു പാത്രം വെച്ചായിരുന്നു കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ അങ്ങ് വയ്ക്കുമ്പോഴത്തേനും മല്ലി നല്ലതുപോലെ അങ്ങ് ഉണങ്ങി കിട്ടും. പിന്നെ നമുക്കൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് വറുത്തിട്ടല്ലേ നമ്മൾ പൊടിപ്പിക്കാൻ കൊടുക്കണേ. അപ്പോൾ മസാല നല്ല ടേസ്റ്റും ഉണ്ടാവും. കുറച്ചുകൂടെ കറികളൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ തല കറങ്ങണ രീതിയിലാട്ടോ തുണികൾ കൂടിക്കിടക്കണം. പിന്നെ അതൊക്കെ അങ്ങ് മടക്കി വെക്കാനിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടി ഹെൽപ്പർ ഒപ്പം തന്നെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വേഗം തന്നെ മോനെ അങ്ങോട്ട് മാറ്റി വിട്ടു കേട്ടോ. അവൻ അവിടെ നിന്നേ ഇറങ്ങും കയറും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കട്ടിലയിൽ. മോള് പിന്നെ കട്ടിലും അങ്ങ് ഇരുന്നോളൂ കേട്ടോ. അതിനൊരുപാട് പൊക്കമില്ലാത്ത, അവർക്ക് ഇറങ്ങാനും കയറാനും പറ്റണ പൊക്കമുള്ള കട്ടിലും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അവൾ എന്നെ സഹായിക്കാനായിട്ട് തുണികളൊക്കെ എടുത്ത് നിലത്തേക്കിടും, മടക്കി വെച്ചേക്കണ തുണികളൊക്കെ വലിച്ച് അടിക്കും. ഇതൊക്കെയാണ് കേട്ടോ അവക്കടെ പരിപാടി. പിന്നെ അവിടെ നിന്ന് മാറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞ ആകെ മൂടലമ്പാവും. അപ്പോൾ അതിലും ഭേദം അവിടെ തന്നെ നിന്ന് നമ്മളെ അങ്ങ് ഹെൽപ്പ് ചെയ്തോട്ടെ. അപ്പോൾ അവളെടുക്കണത് അറിയാണ്ട് വേഗം ഞാനതങ്ങോട്ട് മടക്കി അങ്ങ് വയ്ക്കും കേട്ടോ. അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനം. അപ്പോൾ ഈ റൂമിലാരും കിടക്കാനൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഇങ്ങനെ തുണി മടക്കാനും കുട്ടികളുടെ സാധനങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ആട്ടോ ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കണേ.
അതുമല്ല 4 പേരും കുഞ്ഞുമക്കളായതുകൊണ്ട് തന്നെ നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും വീട് കൊണ്ടേ നടക്കാനോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് ക്ലീൻ ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ല കേട്ടോ. മൂന്നാമത്തവർ ട്വിൻസും കൂടെ ആയതുകൊണ്ട് ഒരാളെ നോക്കണ ബുദ്ധിമുട്ട് അറിയാലോ. അപ്പോൾ 2 പേരാകുമ്പോഴോ അതും ഞാൻ ഒറ്റയ്ക്കല്ലേ. രാവിലെ മൂത്തവർ സ്കൂളിൽ പോയി കായും വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കുഞ്ഞുങ്ങളും തന്നെക്കുള്ള ഒരു യുദ്ധാട്ടോ. ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഹെൽപ്പിന് വരും എന്നല്ലാതെ അവർക്കും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ആർക്കും അങ്ങനെ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണേ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിൽ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നെല്ലിക്ക കേട്ടോ. ഇന്നും കൂടെ അത് എടുത്തില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് അത് ചീഞ്ഞ് ഒരു പരുവാവും. അപ്പോൾ എന്നാൽ അതങ്ങ് തെന്നെല്ലിക്കയാക്കാനുള്ള പരിപാടിയും വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില ഊരി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഊരി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറ് കൊടുത്ത മക്കൾസ് കഴിക്കാതെ അവിടെ ബാലൻസ് കൊടുന്ന് വെച്ചു. ഈ ഗ്യാപ്പിൽ പിന്നെ പോയി അവർക്കെല്ലാം ഭക്ഷണമൊക്കെ വാരി സെറ്റാക്കി കൊടുത്ത് അതും വന്നു കേട്ടോ. അപ്പോഴത്തേനും തേനെല്ലിക്കയുടെ പരിപാടിയൊക്കെ കഴിച്ച് ഞാനും ചോറൊക്കെ ഉണ്ട്. പിന്നെ വേഗം ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് ക്ലീനാക്കി മക്കൾസിനെയൊക്കെ ഒന്ന് ഉറക്കി സെറ്റാക്കിയിട്ട് ഏകദേശം ഒരു 10:30-11 വീണ്ടും കിച്ചണിലേക്ക് കയറിയേക്കോട്ടെ. അപ്പോൾ അതേ മല്ലി വറക്കാനായിട്ട് നിന്നു. അപ്പോൾ ആദ്യമേ കുറച്ച് കറിവേപ്പിലയും പെരുംജീരകവും വറുത്തിട്ട് ബാലൻസ് മല്ലിയും കൂടെ വറുത്ത് വെക്കി കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ നിന്നു. ഇനി നമുക്ക് കുറച്ച് ലൈഫ് ലെസൺസ് നോക്കാം. ലൈഫ് ലെസൺസ് അല്ല, ഇപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ഒരു പെയിൻ എന്തോരാന്നല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പ്രസവ വേദന കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പെയിൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ മൈഗ്രെയിൻ്റെ പെയിനാന്ന് പറയും കേട്ടോ. നമുക്കൊരു ലൈറ്റ് കാണാൻ പാടില്ല, ഒരു ഒച്ച കേൾക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഛർദി, ഭയങ്കര അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വന്നവർക്ക് അത് പറയേണ്ട ആവശ്യമില്ലായിരിക്കും. പക്ഷേ വരാത്തവർക്ക് അല്ലെങ്കിൽ ചെറിയൊരു തലവേദന മൈഗ്രെയിനായിട്ട് പറയുന്നവർക്കൊന്നും നമുക്കിടെ ഈ പെയിൻ അങ്ങ് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഒരു ചെറിയ തലവേദന വന്നേനാ വെളിയിൽ കിടക്കണേ, ഇത്ര സീനിറിനെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ചെവിയിലും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വന്നേക്കണവരാരും അങ്ങനെ പറയില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നിബന്ധനകളില്ലാത്തതുകൊണ്ടും നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും കറക്റ്റ് ടൈമിങ്ങിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള ഷാഠ്യം ആർക്കും ഇല്ലാത്തത് കൊണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും ഇച്ചിരി നേരം കിടക്കാനും ഒക്കെ എനിക്ക് പറ്റാറുണ്ട്. പക്ഷെ അങ്ങനെയല്ലാത്ത ഒത്തിരി എൻ്റെ കൂട്ടുകാരെ തന്നെ എനിക്കറിയാം കേട്ടോ. എത്ര വയ്യെങ്കിലും എന്താ പറയുക, ഇപ്പോൾ വയറുവേദന എടുത്താലും തലവേദന എടുത്താലും തുണിയൊക്കെ വരിഞ്ഞ് മുറുക്കി നമ്മുടെ പണികൾ അതേ ടൈം ടേബിളിൽ കറക്റ്റായിട്ട് തീർക്കേണ്ട പല വീടുകളും ഞാൻ കണ്ടിട്ടുമുണ്ട്, നമ്മുടെ കേൾവികളിലും ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ തെറ്റാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുമല്ല, കഴിഞ്ഞ ദിവസത്തെ ആ ഫസീല എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മരണ വാർത്ത കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അതും കൂടെ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ ഈ മൈഗ്രെയിൻ ഒന്നുകൂടെ കൂടാനായിട്ട് കാരണം. ചില സമയത്ത് കേൾക്കുന്ന ചില സ്ട്രെസ്ഡ് ആയിട്ടുള്ള വാർത്തകളും എന്നിൽ മൈഗ്രെയിൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് വെയിൽ കൊള്ളുമ്പോൾ ഇഴൊക്കെ ഉണ്ടാവാറുണ്ട്. അധികം സ്ട്രെസ്സാണ് എനിക്ക് മൈഗ്രെയിൻ വരാനുള്ള കാരണം ആ ഒരു സിറ്റുവേഷനിലൂടെ ഒരു സമയത്ത് നമ്മളും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്കിടെ വീട്ടുകാരുടെ നമ്മുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമ്മളതിനെ അതിജീവിച്ച് വന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ കുറേ കൂട്ടുകാർ അങ്ങനെ പല കഥകളും പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. പക്ഷേ ആ കുട്ടിക്ക് ഒരു പക്ഷേ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നെങ്കിലും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഒരു സപ്പോർട്ടാവാൻ പറ്റിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു മരണത്തിലേക്ക് എത്തില്ലായിരുന്നല്ലോ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതല്ലേ, ഇത് 2025 കാലഘട്ടമായിട്ട് ഇത്രയും നമ്മളൊരു മരുമകളാണ്, നമ്മളൊരു അമ്മയാണ്, നമുക്കും 2 പെൺമക്കളുണ്ട്. അപ്പം നാളെ അവർക്കും ഈ ഒരു അവസ്ഥ എന്നങ്ങ് ചിന്തിച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ തലയങ്ങ് പൊട്ടണ പോലെ നമുക്ക് ഫീൽ ചെയ്യൂലേ. കാരണം ഇന്നത്തിലും കൂടുതലായിരിക്കുമല്ലോ ഇനി മുന്നോട്ട്. അങ്ങനെ ആവാതിരിക്കട്ടെ. അപ്പോൾ ആ മക്കളെ ആണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുക. പെൺമക്കളെ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല കേട്ടോ, ആ മക്കളോടും അത് പറഞ്ഞ് കൊടുത്ത് തന്നെ വളർത്താൻ ശ്രമിക്കുക. കാരണം പെണ്ണായാലും ആണായാലും ഇമോഷൻസ് ആയാലും ഫീലിങ്സ് ആയാലും വേദനകളായാലും ഇപ്പോൾ എന്നെ തല്ലിയ എങ്ങനെ വേദന എടുക്കുമോ അതുപോലെ തന്നെയാണ് നീ മറ്റൊരാളെ തല്ലുമ്പോഴും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തന്നെ വളർത്തണം എന്നാട്ടോ എൻ്റെ ഒരു അഭിപ്രായം. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അതിപ്പോൾ മൂത്തവരിപ്പോൾ മോനും മോളും വഴക്കിടുമ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും, നീ മോനായാലും മോളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വേദന എടുക്കുന്നത് ഒരുപോലെ അല്ലേ എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാറുമുണ്ട് കേട്ടോ. പിന്നെ നമ്മളാൽ കഴിയുന്നത് എന്താ, നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപദ്രവമാവാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മൂലം ഒരാൾ വിഷമിക്കാതിരിക്കുക. അത് നമുക്കൊരു പരിധി വരെയൊക്കെ ശ്രദ്ധിക്കാം അല്ലേ.
അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീണ്ടും ചെറിയ തലവേദനയൊക്കെ തുടങ്ങിയപ്പോഴത്തേനും വേഗം തന്നെ എല്ലാം തീർത്ത് പോയി കിടന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.